തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചേരുന്നുണ്ട്. സാർ, മാണി സാറിനെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടിയും കാണുന്ന ഒരു വ്യക്തിയാണ് മാണി സാറ്. ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ പോലും തോക്കാതെ 54 കൊല്ലക്കാലം നിന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇങ്ങനെ നിൽക്കാൻ കഴിയുന്ന ത്രാണിയുള്ളൊരു വ്യക്തി എല്ലാവരുമായി നല്ല സ്നേഹത്തിലായിരിക്കും, നാടിൻ്റെ ഹൃദയം കവർന്നെടുത്ത വ്യക്തിയായിരിക്കും, സൗഹൃദ ബന്ധം വെക്കുന്ന കാര്യത്തിൽ നിലനിർത്തുന്ന കാര്യത്തിൽ മാതൃകാപരമായി തന്നെ നിന്നിട്ടുള്ള ആളായിരിക്കും. എനിക്ക് മാണി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിയമസഭയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാണി സാറ് നമ്മൾ സംസാരിച്ച് തീർത്താൽ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് കത്ത് തരും. അദ്ദേഹം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 54 വർഷത്തോളം നിയമസഭയ്ക്കകത്തുണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളെ അഭിനന്ദിച്ചൊരു കത്ത് തരുമ്പോൾ നമുക്ക് എത്രയോ സന്തോഷമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള ഇടപെടൽ, അത് സത്യം പറഞ്ഞാൽ നല്ല പാഠ്യവിഷയമാക്കേണ്ട കാര്യമാണ്. ഒരാളിനെ പോലും പണക്കില്ല, തോളിൽ കൈയിട്ട് ആളുകളുടെ സൗഹൃദത്തിൽ പെരുമാറി എല്ലാവരുമായി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ പണ്ട് കാലത്ത് DCC സെക്രട്ടറിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം കോട്ടയത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ തിരുനക്കര മൈതാനമാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വേദികൾ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ളത്, അതൊക്കെ എങ്ങനെയാണ്? തിരുനക്കര മൈതാനത്തിൻ്റെ ചരിത്രം 1964 കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് ഡിക്ലറേഷൻ നടന്നൊരു സ്ഥലമാണ്. അതാണ് ഈ മൈതാനത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനുശേഷം ഒത്തിരി രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നല്ലോ. ഞങ്ങളന്ന് വിദ്യാർത്ഥി പ്രവർത്തകരായിട്ട് നിൽക്കുന്ന കാലമാണ്. അദ്ദേഹം മുതിർന്ന പാർട്ടി നേതാവുമാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം 64 മുമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം നല്ല സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു. അപ്പോൾ എന്നും ജനാധിപത്യ ശക്തികളുടെ ചേരിക്ക് ഒരു പിന്തുണ കിട്ടത്തക്ക വിധത്തിലുള്ള നടപടിയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം ഒരിക്കലും മറക്കില്ല. താങ്കൾ ഇപ്പോൾ അവസാന യാത്രയപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? ഇവിടെ വന്നെത്തുന്ന ആളുകൾ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. അവർക്കാർക്കും തടസ്സമില്ലാതെ ഈ ഭൗതിക ശരീരം കണ്ട് അവരുടെ ആദരാഞ്ജലി അർപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഒരു തടസ്സവും ഉണ്ടാക്കാതെ തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. മാണി സാറ് ജീവിതകാലം അത്രയും ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ മണ്ണിൽ അദ്ദേഹത്തിന് അന്ത്യയാത്ര നടത്തുന്ന സമയത്ത് അതിൻ്റേതായ എല്ലാ ബഹുമാനത്തോടു കൂടിയും എല്ലാ വിധത്തിലുള്ള പ്രാധാന്യത്തോടു കൂടിയും അത് ചെയ്തു തീർക്കണം. അതിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് ആർക്കും ഒരു തടസ്സവും ഉണ്ടാകാതെ കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം KM മാണിക്കൊപ്പം കോട്ടയത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് ഇപ്പോൾ KM മാണിയെ അനുസ്മരിച്ചത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും, വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്.